നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി. ഈ വാർത്ത കേട്ടാണ് ഇന്ന് രാവിലെ പലരും ഉറക്കമെഴുന്നേറ്റത് തന്നെ. നടക്കുന്ന വാർത്തയായിരുന്നു. അതായത് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി പിന്നീട് അത് ജീവപര്യന്തമായിട്ട് ജയിലിലായിരിക്കുന്നു, ഇത്രയും കാലം ജയിലിൽ കഴിയുന്നു. അതൊരു ചോദ്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തിയ ഒരു പ്രതിയെ എന്തിനിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. അതിനിടയിലാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഭയാനകതയാണ് ഉയർത്തിയത്. ഒരുപാട് ഇയാൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്ത് ക്രൂരതയാണ് സൗമ്യയോട് ചെയ്തത്. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങി പോലീസിന് പിടികൊടുക്കാതെ മറഞ്ഞു നടന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന ആശങ്കയൊക്കെ വളരെ ശക്തമായിരുന്നു. എന്തായാലും ആശങ്കകൾക്കൊക്കെ വിരാമമിട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഇയാളെ പിടികൂടാനായി എന്നതും ഏറെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അതായത് ഇയാൾ സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ ഒരു സൈക്കോയെ പോലെ ആയിരുന്നു ഇയാൾ പെരുമാറിയിരുന്നത് എന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രധാന ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത്. രാവിലെ ജയിലിലേക്ക് അദ്ദേഹം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിൽ വകുപ്പിന്റെ ട്രെയിനികൾ ചില സംശയങ്ങൾ ഇദ്ദേഹത്തോട് പറയുകയായിരുന്നു. ജയിൽ മതിലിൽ കയറോ തുണിയോ എന്തോ തൂങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു ഉദ്യോഗസ്ഥനോട് അവർ പറഞ്ഞത്. ഇതോടെ അകത്ത് കയറി ആ ഭാഗം പരിശോധിച്ചു. അപ്പോഴാണ് ജയിൽ ചാട്ടത്തിനുള്ള സാധ്യത മനസ്സിലാക്കിയത്. പിന്നാലെ ജയിലിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. അന്വേഷണവും തുടങ്ങി. ജയിലിലെ മതിൽ കമ്പി പൊട്ടിച്ചായിരുന്നു ഇയാൾ ജയിൽ ചാടിയത്. കുറച്ചു ദിവസമായി ജയിലിനുള്ളിൽ വളരെ അസ്വാഭാവികമായ പെരുമാറ്റമായിരുന്നു ഗോവിന്ദചാമി നടത്തിയിരുന്നത്. ഒരു സൈക്കോയെ പോലെയൊക്കെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഗോവിന്ദചാമിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ചുറ്റുമുള്ളവരൊക്കെ പറയുന്നത്. വളരെ വൃത്തികെട്ട പ്രവൃത്തികൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മനുഷ്യവിസർജ്യം അടക്കമെടുത്ത് മതിലിൽ തേക്കുക, ജനലിൽ കൂടെ മലം പുറത്തേക്ക് എറിയുക, ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ള പ്രവൃത്തികളാണ് ഗോവിന്ദചാമി കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ. പക്ഷേ അധികൃതർ വിചാരിച്ചത് ഇതെല്ലാം ഒരു മാനസിക പ്രശ്നങ്ങളായിരിക്കും എന്ന് അവർ കരുതി. പക്ഷേ ഇതെല്ലാം ജയിൽ ചാട്ടത്തിന്റെ ഒരു തന്ത്രമൊരുക്കലായിരുന്നു എന്ന് ഇപ്പോഴാണ് അധികൃതർക്ക് മനസ്സിലാകുന്നത്. എന്നാലും പോലീസിന് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും അടുത്ത കാലത്ത് മറ്റൊരു കൊടും കുറ്റവാളിക്ക് ജയിൽ മോചനം കിട്ടിയിരുന്നു. കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകി ജയിൽ മോചിതയായത് അടക്കം ഗോവിന്ദചാമിയെ സ്വാധീനിച്ചു എന്നതടക്കമുള്ള വിലയിരുത്തലുകളൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇയാൾ ദിവസങ്ങൾ നീണ്ട ആസൂത്രണമാണ് നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം തോന്നുന്ന ബുദ്ധി ആയിരിക്കില്ലല്ലോ ഈ ഒരു ജയിൽ ചാട്ടം. അതായത് അത്രയും സുരക്ഷിതമായിട്ട് ഒരു ജയിൽ പുള്ളി, ഒരു കൊലപാതകി, ഒരു റേപ്പിസ്റ്റ് ആണ് അയാൾ. അത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത് വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ട് പിന്നീട് അത് ജീവപര്യന്തത്തിലേക്ക് ആകപ്പെട്ട ഒരു പ്രതി. അയാൾ ജയിലിനുള്ളിൽ കഴിയവേ ആ ജയിലിന്റെ പൂട്ട് പൊളിച്ച് അത്രയും വലിയ മതിൽ ചാടി ഇയാൾ പുറത്തേക്ക് ചാടണമെങ്കിൽ എന്തുമാത്രം ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അയാൾ എത്ര ദിവസത്തെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ജയിലിലെ മതിൽ കമ്പി പൊട്ടിച്ച് ചാടിയ ഇയാള് എന്തുമാത്രം മുന്നൊരുക്കങ്ങളായിരിക്കാം പ്രതിക്ക് ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളിലേക്കാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. കണ്ണൂർ തളാപ്പിൽ ആളൊഴിഞ്ഞ വീട്ടുവളപ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. റോയി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കിണറിന്റെ പടവിൽ നിന്നായിരുന്നു ഇയാൾ പിടിയിലായത്. പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി. കേരളത്തിന് മറക്കാനാകില്ല സൗമ്യ വധക്കേസ്. അത്രയും ക്രൂരമായിട്ടാണ് ഗോവിന്ദചാമി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. മാത്രമല്ല ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു കുറ്റബോധം, ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഈ വ്യക്തിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പിന്നീട് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ പറഞ്ഞത്, ഈ പെൺകുട്ടി ഇത്രയും ഉപദ്രവിക്കപ്പെട്ടു, അപ്പോൾ ആ പെൺകുട്ടിയെ വീണ്ടും എങ്ങനെ പീഡിപ്പിക്കാൻ തോന്നി എന്ന് ചോദിച്ചപ്പോൾ പാൽപായസം കണ്ടാൽ ആര് വെറുതെ വിടും എന്നൊരു ചോദ്യമാണ് ഇയാൾ ചോദിച്ചത്. മാത്രമല്ല ഇയാളെ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഡോക്ടറോട് അടക്കം ഇയാൾ പെരുമാറിയത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്രയും ക്രൂരനായ, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പ്രതി, അതാണ് ഗോവിന്ദചാമി. അയാളാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. എന്നാലും ഏറെ ആശ്വാസം അയാളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ സാധിച്ചു എന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി എത്തിച്ചിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമി, അയാളുടെ വധശിക്ഷ ഏറെ സന്തോഷകരമായ വാർത്തയായിരുന്നു. പക്ഷെ പിന്നീട്
പിന്നീട് അതൊരു ജീവപര്യന്തത്തിലേക്ക് മാറുകയായിരുന്നു. ഇയാളുടെ വധശിക്ഷ സുപ്രീം കോടതിയായിരുന്നു റദ്ദാക്കിയത്. രാവിലെ സെല്ല് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം വരെ ജയിലിനകത്ത് കണ്ടിരുന്നു. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തേക്ക് പോയത്. പുലർച്ചെ 1:15 ഇയാൾ ജയിൽ ചാടി. കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. മാത്രമല്ല, ഈ മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് ഈ തുണി എറിഞ്ഞ് പിടിച്ച് കയറി. തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കി ഇയാൾ പുറത്തേക്ക് ചാടി. പുറത്തു നിന്ന് ഇയാൾക്ക് സഹായം കിട്ടി എന്നതടക്കമുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സെല്ലിനകത്ത് ഗോവിന്ദച്ചാമി ഇല്ലെന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. പിന്നാലെ പോലീസിൽ വിവരം അറിയിച്ചു. സഹതടവുകാരനുണ്ടായിരുന്നു, താനൊന്നും അറിഞ്ഞില്ല എന്നാണ് സഹതടവുകാരൻ പറയുന്നത്. 2011 ഫെബ്രുവരിയിലാണ് ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ചതും മാരകമായി പരിക്കേൽപ്പിച്ചതും. തമിഴ്നാട് കടലൂരിലെ സമത്വപുരം സ്വദേശിയാണ് ഗോവിന്ദച്ചാമി. യുവതി പിന്നീട് മരിക്കുകയും ചെയ്തു. പിടിയിലായ ഗോവിന്ദച്ചാമിയെ 2011 നവംബർ 11 തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കി. അത് ജീവപര്യന്തം തടവ് എന്ന ശിക്ഷയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചു. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട്. മോഷണ കേസുകളിലൊക്കെ പ്രതിയായിരുന്നു ഗോവിന്ദച്ചാമി. എന്തായാലും കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റക്കയ്യനാണ്. കിണറ്റിൽ ഒളിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടിയത്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയത്. പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നു. ഇതിനിടെ തളാപ്പ് പരിസരത്ത് വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ സംശയകരമായി കണ്ടു. ഗോവിന്ദച്ചാമി എന്ന് ഉറക്കെ വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടി. പ്രദേശത്തുണ്ടായിരുന്ന ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തളാപ്പിലുള്ള കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയത്. 9 മണിയോടെയാണ് ഈ വ്യക്തിയെ കണ്ടത്. ജയിലിൽ ചാടിയ വാർത്ത ഇതിനോടകം പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നി. ഗോവിന്ദച്ചാമി എന്ന് ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടി എന്നാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞത്. എന്തായാലും ഇയാളെ പിടികൂടാനായി എന്നത് വളരെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.